കെ.ആർ. മീരയുടെ ആരാച്ചാർ എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഒരു നോവലാണ്. ബംഗാളിനെ കൊൽക്കത്തയെ പശ്ചാത്തലമാക്കിയാണ് ഈ നോവൽ മുന്നോട്ടു പോകുന്നത്. +2 ഉയർന്ന മാർക്കോടെ പാസ്സാവുകയും ഉപരിപഠനത്തിന് കുടുംബത്തിലെ ദാരിദ്ര്യം കാരണം പഠനം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വന്ന ഒരു പെൺകുട്ടിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അവളാണ് ചേതന ഗൃദ്ദ മാലിക്. സ്ത്രീജീവിതത്തിൻ്റെ സമസ്ത ചൈതന്യങ്ങളെയും ആവാഹിച്ചെഴുതിയ ഒരു കൃതിയാണിത്. ഹരേ രാമ പാടി ശവമഞ്ചങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന ചന്ദനത്തിരിയുടെയും ജമന്തിപ്പൂവിൻ്റെയും മണമുള്ള ചുമന്ന തെരുവിലാണ് അവളുടെ കൊച്ചുവീട്. ഫണിഭൂഷൺ ഗൃദ്ദ മല്ലിക്കിൻ്റെ മകളാണ് ചേതന. 451 പേരെ തൂക്കിലേറ്റിയ ആരാച്ചാരാണ് ഫണിഭൂഷൺ ഗൃദ്ദ മല്ലിക്. വാർദ്ധക്യം കാരണം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന പിതാവ് തൻ്റെ മകൾക്ക് ആരാച്ചാർ ജോലി ലഭിക്കുവാനായി ശ്രമിക്കുകയാണ് ഈ നോവലിൽ. ചരിത്രങ്ങൾ ഒരുപാടുള്ള ആരാച്ചാർ കുടുംബത്തിലെ അവസാന പ്രതീക്ഷയാണ് ചേതന. ധാക്കുമ എന്ന് അവൾ വിളിക്കുന്ന മുത്തശ്ശിയിൽ നിന്നാണ് തൻ്റെ കുടുംബത്തിലെ ഓരോ ചരിത്രങ്ങളും അവൾ കേട്ടുകൊണ്ടിരുന്നത്. ഒരു സ്ത്രീക്ക് ആരാച്ചാർ ജോലി സാധ്യമാണെന്നും അസാധ്യമാണെന്നും വിശ്വസിക്കുന്ന സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ഈ വിഷയം ചാനൽ മാധ്യമങ്ങൾ വഴി ഒരു വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ആരാച്ചാർ പദവി പുരുഷന്റെ കൈക്കരുത്തിനും ബലത്തിനും യോജിച്ചതാണെന്നും സ്ത്രീക്ക് ശാരീരിക ബലം കുറവാണെന്നും നിരവധി അഭിപ്രായങ്ങൾ രൂപപ്പെടുന്നു. നിരവധി ചാനലുകൾ ചേതനയുടെ അഭിമുഖത്തിനും സംവാദത്തിനുമായി സമീപിക്കുകയും ചേതന ആളുകൾക്കിടയിൽ സുപരിചിതയാവുകയും ചെയ്യുന്നു. തുടർന്ന് സഞ്ജയ് കുമാർ മിത്ര എന്ന മാധ്യമപ്രവർത്തകൻ ചേതനയുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ജനിക്കുമ്പോൾ തന്നെ അച്ഛൻ്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് വയറ്റിൽ കുരുക്കിട്ടാണ് നീ ജനിച്ചത് എന്ന് പറഞ്ഞ് അവളുടെ അമ്മ അവളെ കളിയാക്കാറുണ്ടായിരുന്നു. തനിക്ക് ആരാച്ചാർ ജോലി യോജിക്കുമോ, ഒരു തരത്തിൽ അതും കൊലപാതകമല്ലേ എന്ന സംശയത്തിന് അത് തൻ്റെ കർത്തവ്യമാണെന്നും കുടുംബത്തിൻ്റെ തലമുറകൾ കൈമാറി വരുന്ന കുലത്തൊഴിലാണെന്നും ധാക്കുമ അവളോട് പറയുമായിരുന്നു. ചേതനയുടെ സഹോദരിയായിരുന്നു നിഹാരിക. ഭർതൃവീട്ടിലെ പീഡനം കാരണം ജീവിതം അവസാനിപ്പിച്ചവളായിരുന്നു അവൾ. ചേതനയുടെ ഏക സഹോദരനെക്കുറിച്ചും കഥയിൽ പറയുന്നുണ്ട്. ഒരു വഴക്കിലൂടെയാണ് സഞ്ജീവ് കുമാർ മിത്രയുമായി പരിചയപ്പെടുന്നതെങ്കിലും അവൾ പിന്നീട് അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. പക്ഷേ അവൻ്റെ പ്രണയം സത്യമോ കാപട്യമോ എന്നറിയാത്ത നിരവധി സാഹചര്യങ്ങളിലൂടെ ചേതന കടന്നു പോകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ വായനക്കാരും സംശയാലുക്കളാവുന്നു അവൻ്റെ പ്രണയത്തിനു മുൻപിൽ. യഥാർത്ഥത്തിൽ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുവാനായി സഞ്ജയ് കുമാർ മിത്ര അവളോട് കപട സ്നേഹം കാണിക്കുകയായിരുന്നു. പ്രണയം നടിച്ചുകൊണ്ട് അവളിലൂടെ ചാനലിന് നിലവാരം ഉയർത്തുകയായിരുന്നു. ഒരു സ്ത്രീക്ക് അവളെ വിഷമിപ്പിച്ചവനെയും സ്നേഹിക്കാൻ കഴിയും എന്ന വസ്തുത അവൾ മനസ്സിലാക്കുന്നു. ഒരാളെ തൂക്കിലേറ്റുന്നതിൻ്റെ നിരവധി നടപടിക്രമങ്ങൾക്ക് ശേഷമുള്ള അവസാന കണ്ണിയാണ് ആരാച്ചാർ. തൂക്കിലേറ്റുന്നതിന് മുൻപ് പഴവും വെണ്ണയും ചേർത്ത് കൊലക്കയർ മെരുക്കിയെടുക്കുന്നു. എത്ര രസകരമായാണ് കെ.ആർ. മീര ഇത്തരമൊരു വ്യത്യസ്ത വിഷയം നോവലാക്കാൻ തിരഞ്ഞെടുത്തത്. അവസാന ഭാഗത്ത് ചേതന ഗൃദ്ദ മല്ലിക് ആരാച്ചാർ ആവുകയും തുടർന്ന് അവൾ സഞ്ജീവ് മിത്രയുടെ പ്രണയത്തെ കഴുത്തിൽ കുരുക്കിയിട്ട് തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്യുന്നത്. വളരെ വ്യത്യസ്തവും വൈകാരികവുമായ നോവലാണ് ആരാച്ചാർ. അസാധ്യമായ ഭാവനയുള്ള എഴുത്തുകാരിയാണ് കെ.ആർ. മീര. ജീവിതത്തിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ഈ നോവലിൽ വ്യക്തമാണ്. വധശിക്ഷയ്ക്ക് എതിരെയുള്ള യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി രാഷ്ട്രപതി അംഗീകരിക്കുന്നത് മുതൽ ഹർജി തള്ളുന്നത് വരെയുള്ള കാലയളവാണ് ഈ നോവലിലുള്ളത്. മല്ലിക്കിൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രമാണ് ഈ നോവലിൻ്റെ ആകർഷണം.